ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി. പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീകൾക്കും ഗർഭിണികൾക്കും പ്രതിമാസം 2500 രൂപയും ബി.പി.എൽ കാർഡ് ഉടമകൾക്ക് 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുമാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വാഗ്ദാനങ്ങൾ പാസാക്കുമെന്നും പത്രികയിൽ പറയുന്നു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടല്ലോ. പ്രകടന പത്രികയിലെ സുപ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെ? സ്നേഹ, വലിയ വാഗ്ദാനങ്ങളാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുമെന്നാണ് ഈ മാനിഫെസ്റ്റോയിലെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യം. ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇത് പാസ്സാക്കുമെന്ന് കൂടി പറയുന്നു. 500 രൂപക്ക് സബ്സിഡിയോടെ പാചകവാതക സിലിണ്ടറുകൾ നൽകും. ബി.പി.എൽ കാർഡ് ഉടമകൾക്കായിരിക്കും ഇത് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഹോളിക്കും ദീപാവലിക്കും ഒരു സിലിണ്ടർ വീതം സൗജന്യമായി നൽകും. ഗർഭിണികൾക്ക് 21,000 രൂപ നൽകും. ആദ്യ കുട്ടിക്ക് 5,000 രൂപയും രണ്ടാം കുട്ടിക്ക് 6,000 രൂപ നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഒപ്പം പോഷകാഹാര കിറ്റുകളും ഗർഭിണികൾക്ക് വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ വാഗ്ദാനം നൽകുന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിലോ പഞ്ചാബിലോ അത് നടപ്പാക്കുന്നില്ല എന്ന് കൂടി ജെ.പി. നദ്ദ ഈ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് ബി.ജെ.പി. അംഗീകാരം നൽകും. ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കുന്ന സർക്കാർ പ്രഖ്യാപനവും പ്രകടന പത്രികാ വേദിയിൽ ജെ.പി. നദ്ദ എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ബസ്സുകളിലും മെട്രോകളിലും കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി.ജെ.പി. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഇത് ഈ പ്രകടന പത്രികയിൽ ഉണ്ടായിട്ടില്ല. പകരം ആം ആദ്മി അവരുടെ ഇത്തവണത്തെ പ്രകടന പത്രികയിലും സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്.